ഇത് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുമോ? അതിൻ്റെ ലക്ഷണങ്ങളുണ്ടോ ഈ തേയ്മാനത്തിന്? സിംറ്റംസ് വേഗമായിട്ടുള്ള പെയിനോട് കൂടിയാണ് തുടങ്ങുന്നത്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ വേദന ഉണ്ടാവില്ല. നമ്മൾ പക്ഷേ ഒരു അൺയൂഷ്വൽ എക്സേഷന്, ഹൈക്കിങ്ങിന് പോവുക, ഒരു മല കയറാൻ പോവുക, അന്നേരം വേഗമായിട്ട് മുട്ടിന് വേദന വരുന്നു. പ്രത്യേകം നമ്മൾ തമാശയായിട്ട് പറയും പ്രായമാകുന്നതിൻ്റെയാണ്. പ്രായമാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ തേയ്മാനത്തിൻ്റെ ആരം. ഇത് തുടങ്ങുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് പീരീഡ് ഓഫ് ടൈമിൽ പെയിൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാൾ ഇത് വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. വരാതെ നോക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വെയിറ്റ് കൂടാതെ നോക്കുക, ജോയിൻസിന് കൺട്രോൾഡ് ആയിട്ടുള്ള എക്സസൈസസ് കൊടുക്കുക, ജോയിൻറ്റിനെ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ മുന്നേ ഉള്ള ജനറേഷൻ ഇത് അവരറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി എക്സസൈസസ് എന്ന് പറയുന്നത്. അവരൊരു ചുമടെടുത്ത് അങ്ങോട്ട് കൊണ്ട് മാറ്റി വെക്കുന്നു, ഒരു മരത്തിൽ വലിഞ്ഞ് കയറുന്നു. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നട്ടലിന് ചുറ്റുമുള്ള കോർ മസിൽസ് ആക്റ്റീവ് ആകുന്നു, നമ്മുടെ മുട്ടിൻ്റെ മസിൽസ് ആക്റ്റീവ് ആകുന്നു. പക്ഷേ നമ്മുടെ ജനറേഷൻ, നമ്മൾ കൂടുതൽ, നമ്മളെല്ലാവരും ഉൾപ്പെടെ, രേണു ഉൾപ്പെടെ എല്ലാവരും ഡെസ്ക് ജോബ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ മസിൽസിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്റ്റീവായിട്ട് ഈ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. മസിൽസിനെ, ലിഗമെൻറ്റുകളെല്ലാം എങ്ങനെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസിൽസിന് ഒരുപാട് സ്ട്രെയിൻ വരാതെയുള്ള കൺട്രോൾഡ് എക്സസൈസസ്, നമ്മുടെ കോമ്പൗണ്ട് ബോഡി മസിൽ ഗ്രൂപ്പിനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മുട്ടിന് ചുറ്റുമുള്ള മസിൽസിനെ എക്സസൈസ് ചെയ്യാനായിട്ട് സ്ക്വാറ്റ്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. നട്ടലിന് ചുറ്റുമുള്ള മസിൽസിനെ എക്സസൈസ് ചെയ്യാനായിട്ട് ഡെഡ് ലിഫ്റ്റ് ഹെൽപ്ഫുള്ളാണ്. കാർഡിയോ വാസ്കുലർ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ബ്രിസ്ക് വാക്കിംഗ്, നടപ്പ്, ഓട്ടം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക.